ഹലോ ഗൈസ്, നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഞാനൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ആന്ധ്ര സ്റ്റൈൽ നല്ല കിടിലൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കപ്പിൽ അളന്ന് നോക്കിയപ്പോൾ ഒരു 4 കപ്പ് മാങ്ങയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിന് അളവിന് തന്നെ 1 കപ്പ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ 1 കപ്പ് കടുക് വറുത്ത് പൊടിച്ചതാണ്, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഒരു 5 ടേബിൾ സ്പൂൺ, ഇതിപ്പോൾ ഞാൻ ഇന്ദുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഒന്ന് വറുത്തത് ചേർത്ത് കൊടുക്കുക. ഒരു 3 കുടം വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പിന് 2 കപ്പ് കടുകെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചൂടാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലെണ്ണയോ കടുകെണ്ണയോ ഇഷ്ടമുള്ളത് നമുക്ക് ചേർക്കാം, മറ്റുള്ള എണ്ണയൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരികയില്ല. ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു കിഡിലൻ അച്ചാറാണ് കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ കടുമാങ്ങയും സാധാരണയുള്ള അച്ചാറൊക്കെ വെക്കുമ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കടുകൊക്കെ ഒത്തിരി ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ടേസ്റ്റ് കൊള്ളില്ല എന്ന്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.